സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും. പലപ്പോഴും വിവാദങ്ങളും ചർച്ചകളും മറ്റും ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും സജീവ ചർച്ചയാണ് കൃഷ്ണകുമാർ കുടുംബത്തെ പറ്റി. ദിയ കൃഷ്ണ, അശ്വിൻ ഗണേഷ് വിവാഹ ബന്ധങ്ങൾ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യങ്ങൾ ഈയിടെയായി ഉയർന്നു കേൾക്കാറുണ്ട്. ഹാപ്പി കപ്പിൾസ് ആയിട്ട് ഫോട്ടോകളും വ്ലോഗുകളും അടക്കം ദിയ പങ്കുവയ്ക്കാറുണ്ടെങ്കിലും ഈയിടയ്ക്ക് പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ലൈക്ക് ചെയ്യുന്ന ഫോട്ടോകൾക്കും നെറ്റിസൺസ് സംശയം ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഭർത്താവിന്റെ വീട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഭർത്താവിൽ നിന്നും പരിഗണന ലഭിക്കാത്തത്, ഭർത്താവ് അമ്മയ്ക്ക് മുൻഗണന നൽകുന്നത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന പലരുടെയും പോസ്റ്റുകളും റീലുകളുമാണ് ദിയ പങ്കുവയ്ക്കാറും ലൈക്ക് ചെയ്യാറുമുള്ളത്. ഇതിനിടെ പണം ചെലവാക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്നതിനെ കുറിച്ചും നേരത്തെ ദിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ദിയ എന്ത് കണക്ക് പറച്ചിലാണ് തന്റെ വ്ലോഗിലൂടെ ചെയ്യുന്നതെന്ന് ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. പൈസ ഉണ്ടാക്കി പൈസ ചെലവാക്കുന്നവർ കണക്ക് പറയും. കടലിൽ എറിഞ്ഞാലും അളന്നു കളയണം, വലിച്ചെറിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, അന്നെനിക്ക് പണം കിട്ടിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് എറിഞ്ഞാലും അത് അളന്നെറിയുന്നതാണ് എന്റെ ശീലമെന്നും ദിയ പറയുന്നുണ്ട്. ദിയയ്ക്കടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിനെയും ആ വീഡിയോയിൽ കാണാനാകും. പഴയൊരു വ്ലോഗിൽ ദിയ പറഞ്ഞ വാക്കുകളായിരുന്നു ഇതെല്ലാം. അശ്വിനിട്ട് ഒന്ന് താങ്ങിയതാണോ എന്ന ചോദ്യങ്ങളും ചിലരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അശ്വിന് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളും വിദേശ യാത്രകൾക്ക് കൊണ്ടുപോകുന്നതിനുമെല്ലാം ദിയ ഈയിടെയായിട്ട് കണക്ക് പറയാറുണ്ടായിരുന്നു. ഇത് കമന്റ് ബോക്സിലും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. വിവാഹ ജീവിതത്തിൽ ഹണിമൂൺ കാലഘട്ടം പെട്ടെന്ന് അവസാനിപ്പിച്ച് ദിയ യാഥാർത്ഥ്യത്തിലേക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് റെഡിറ്റ് കുറെ നാളുകളായി അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. വിവാഹം എടുത്തുചാട്ടമാണെന്ന് വീട്ടുകാർ ദിയയെ ഉപദേശിച്ചിരുന്നെങ്കിലും എന്നാൽ പെട്ടെന്ന് തന്നെ വിവാഹവും കുഞ്ഞും വേണമെന്നതായിരുന്നു ദിയയുടെ തീരുമാനം. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ നൽകുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ അശ്വിൻ അവഗണിക്കുകയാണെന്നാണ് ഇപ്പോൾ വരുന്ന വാദങ്ങളേറെയും. ഇതേസമയം ഹേറ്റേഴ്സിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇതെന്നും ദിയയുടെ ആരാധകർ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് ജോലി വിട്ട അശ്വിൻ ഇന്ന് ദിയയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ്. ഇന്ന് അധികം കൂട്ടുകാർ ദിയയ്ക്കില്ല. പ്രണയബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും താൻ സാമ്പത്തികമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നായിരുന്നു ദിയ നേരത്തെ പറഞ്ഞിരുന്നത്. കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു ഞാൻ എല്ലാവരെയും. സ്നേഹിക്കുന്ന ആളുകളെ മാത്രം അവരുടെ കൂടെ നിർത്തുമായിരുന്നു. ഇത്തിരി സ്നേഹത്തോടെ ഒരാൾ സംസാരിച്ചാൽ ഞാൻ അങ്ങ് വിശ്വസിക്കുമായിരുന്നു. കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് പണിതുകൊണ്ട് ഇരുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു. എവിടെ ചെന്നാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വരുമ്പോൾ എല്ലാവരും എണീറ്റ് പോകും. ദിയ കൊടുത്തുകൊള്ളും എന്ന് പറയും. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, പിന്നെ ഏണിയായി. എന്റെ കാർഡാണ് ഉരയുന്നത്, എന്നെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായതെന്നും ദിയ പറയുന്നുണ്ട്. ഉപയോഗിച്ചതിന് ശേഷം എന്നെ ഓവറായിട്ട് അവരെല്ലാം കുറ്റപ്പെടുത്തുകയും ചെയ്യുമെന്നും ദിയ കൃഷ്ണ ഒരിക്കൽ പറയുകയുണ്ടായി. അശ്വിൻ തന്നെ പ്രേമിച്ച് പ്രശസ്തനാകാൻ നോക്കിയില്ലെന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് സുഹൃത്തായിരുന്നപ്പോൾ പോലും അശ്വിൻ സമീപിച്ചിട്ടില്ലെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ദിയയ്ക്കെതിരെ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഉയർന്നു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഭർത്താവ് അശ്വിന്റെ വീട്ടിൽ പോകാത്തത് എന്ന തരത്തിലുള്ള കമന്റുകളാണ് പലപ്പോഴും ഉയർന്നു വരാറുള്ളത്. ദിയ ഭർത്താവ് അശ്വിൻ ഗണേഷിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിവാദമായി മാറിയ ഒന്നായിരുന്നു. അശ്വിന്റെ അമ്മയെ ആന്റി എന്ന് വിളിക്കത്തുള്ളൂ, അമ്മ എന്ന് വിളിക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് ദിയ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് അശ്വിന്റെ അമ്മയെ അമ്മ എന്ന് മാത്രം വിളിക്കുന്നില്ലെന്ന് ചിലർ വിമർശനങ്ങളുമായിട്ട് ചോദിച്ചിരുന്നു. ഇതിന് ഉത്തരമായി ദിയ പറഞ്ഞത് എനിക്ക് വഴിയിൽ നിൽക്കുന്നവരെയൊന്നും അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നതായിരുന്നു. അതേസമയം പ്രണയിച്ച കാലത്ത് പലപ്പോഴും മീനമ്മ എന്നാണ് ദിയ അദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ചിരുന്നത്. എന്നാൽ ഈ പരാമർശങ്ങളിൽ ദിയ പറഞ്ഞത് തനിക്ക് വഴിയിൽ നിൽക്കുന്നവരെ എല്ലാം അമ്മയെന്ന് വിളിക്കാൻ ആകില്ല, എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ സിന്ധു കൃഷ്ണ ഉണ്ട് എന്നതായിരുന്നു. ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായി തീർന്നിരുന്നു. എന്തുകൊണ്ട് അശ്വിന്റെ ഫാമിലി നീ ഒപ്പം കൂട്ടുന്നില്ല എന്ന ചോദ്യങ്ങളും പലപ്പോഴായി പലരും ദിയയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പണ്ട് ദിയയുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അന്ന് അശ്വിന്റെ വീടിനകത്ത് പോയി അവിടെ നിന്ന് അച്ചാറും സർവത്തും ആയിട്ട് വീഡിയോ എടുത്തിരുന്ന ദിയ കൃഷ്ണയെ കുറിച്ച് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഫുൾ ടൈം അവിടെയായിരുന്നു. അന്ന് ദിയ കൃഷ്ണയ്ക്ക് അവിടെ കംഫർട്ട് ഇല്ലായ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കംഫർട്ട് സോണ് മാറി, മീനമ്മ മാറി, മീന ആന്റിയായി മാറി. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, കുട്ടി ഉണ്ടായതിനു ശേഷം അശ്വിന്റെ വീട്ടുകാരെ നിങ്ങൾ കാണാറില്ലേ, സംസാരിക്കാറില്ലേ എന്നുള്ളതെല്ലാം അവർക്ക് ചോദിക്കാനുള്ള അവകാശവുമുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരോട് ഇത്രത്തോളം അനാദരവ് കാണിക്കുന്ന മറ്റൊരു ഇൻഫ്ലുവൻസർ കേരളത്തിൽ ഇല്ലെന്നാണ് വിമർശകർ പറയുന്നത്. ഭർത്താവിന്റെ വീട്ടുകാർ എന്നതിനപ്പുറം അശ്വിന്റെ മാതാപിതാക്കൾ വ്യക്തികൾ എന്ന നിലയിൽ ബഹുമാനം അർഹിക്കുന്നുണ്ട്. എന്നാൽ പരോക്ഷമായി ഇവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാനേ ദിയയ്ക്ക് നേരമുള്ളൂ എന്ന്
എന്നും നെറ്റിസൺസ് വിമർശിക്കുന്നുണ്ട്. ദിയുടെയും അശ്വിന്റെയും കുടുംബജീവിതത്തിൽ ഇടപെടാത്തവരാണ് അശ്വിന്റെ മാതാപിതാക്കൾ. ദിയയ്ക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുവിടുന്നതും ഇവരാണ്. എന്നിട്ടും എന്തിനാണ് അശ്വിന്റെ വീട്ടുകാർക്കെതിരെ ഇങ്ങനെ ഒളിയമ്പുകൾ എയ്യുന്നത് എന്നാണ് വിമർശകർ ചോദിക്കുന്നത്.